അലർച്ചകളുമില്ല, യുദ്ധങ്ങളുമില്ല. അതുകൊണ്ട് തന്നെ അതിൽ നിന്നൊരു രക്ഷപ്പെടലുമില്ല. ചന്ദ്രന്റെ ശപിക്കപ്പെട്ട പ്രകാശത്തിന് കീഴിൽ എല്ലാ ജീവജാലങ്ങളും മുട്ടുകുത്തുന്നു. യാഥാർത്ഥ്യത്തിന്റെ അവസാനത്തിന് സാക്ഷ്യം വഹിച്ച ചന്ദ്രൻ കണ്ണു തുറക്കുമ്പോൾ സ്വപ്നങ്ങൾ തടവറകളായി മാറുന്നു, പ്രതീക്ഷകൾ ചങ്ങലകളായി മാറുന്നു. അനന്തമായ ലോകത്തെ വിഴുങ്ങുന്ന ഒരു ഗെഞ്ചിത്സു ഉത്ഭവിക്കുന്നു. ആകാശത്തെ തുളച്ചു കയറുന്ന വെളിച്ചവും സൃഷ്ടിയെ അടിമകളാക്കുന്ന ഗെഞ്ചിത്സുവും കൂടെ ഒന്നിക്കുമ്പോൾ അതിന്റെ ആവിർഭാവ മൂർത്തിയായി ഒരു റിനെ ഷറിംഗാൻ യോദ്ധാവ് തന്നെ നിലയുറയ്ക്കും. ആകാശം പിളർന്ന ചന്ദ്രൻ ചോരൊലിപ്പിച്ച് നിൽക്കുമ്പോൾ മനുഷ്യവംശം അതിന്റെ അവസാനത്തെ സ്വപ്നം കാണുകയാണ്. ഒരേ സമയം സമാധാനവും സ്വർഗവും വാഗ്ദാനം ചെയ്ത് നമ്മുടെ ആത്മാവിനെ മോഷ്ടിക്കുവാൻ ശ്രമിക്കുന്ന മധുരമുള്ള നുണയായ അനന്തമായ സൂഖയോമി. കേവലം ഒരു ജുത്സു അല്ല ഇത്, അസ്തിത്വത്തെ തന്നെ മാറ്റിയെഴുതുന്ന ദൈവത്തിന്റെ ഇച്ഛാശക്തിയാണ്. പ്രകാശത്തെ ദിവ്യമായ അഗ്നി പോലെ മാറ്റിയ സാക്ഷാൽ മാദ്ര ഉച്ചിഹയുടെ അൾട്ടിമേറ്റ് എയിം, ഇൻഫിനിറ്റ് സൂഖയോമി. Okay, fine. The complete, deeply explained full breakdown of Infinite Tsukuyomi. യെസ്, നമ്മളിന്ന് ഇൻഫിനിറ്റ് സൂഖയോമിയുടെ കംപ്ലീറ്റ് കോൺസെപ്റ്റും അതിൻ്റെ പവേഴ്സും അതിൻ്റെ ആരൊക്കെയാണ് യൂസ് ചെയ്തത്, ഇതിൻ്റെ ഒറിജിൻ എന്താണ്, വീക്ക്നെസ് വല്ലതും ഉണ്ടോ, ഇമ്പാക്റ്റ്, സിംബോളിസം, എല്ലാ മേജർ ഡീറ്റെയിലും നമ്മൾ നോക്കുന്നതായിരിക്കും. സോ ആദ്യം തന്നെ ഇതിൻ്റെ ഒറിജിനിലേക്ക് കിടക്കാം. ഇൻഫിനിറ്റ് സൂഖയോമിനെ അണ്ടർലൈൻ ചെയ്ത നാറൂട്ടോ ഡേറ്റ ബുക്ക് പറയുന്നത് ഇറ്റ് ഈസ് ദ മോസ്റ്റ് പവർഫുൾ ഗെഞ്ചിത്സു എവർ ക്രിയേറ്റഡ് ഇൻ നാറൂട്ടോ വേൾഡ് എന്നാണ്. അറിയാലോ, ഒരു ഒക്കുലാർ അല്ലെങ്കിൽ ഒരു ഡൊജിറ്റ്സുവിൻ്റെ ഏറ്റവും എപ്പെക്സ് ആയി നിൽക്കുന്ന മാംഗയ്ക്കോ ഷെരിങ്കനും റിനഗനും ഷെരിങ്കൻ്റെ ഇല്യൂഷൻസിൻ്റെ ഒക്കെ ഏറ്റവും മൂർധന്യ അവസ്ഥയിൽ നിൽക്കുന്ന ഇറ്റാച്ചി ഉച്ചിഹയുടെ സൂഖയോമി എന്ന് പറയുന്ന ആ ഒരു ഗെഞ്ചിത്സുവിൻ്റെ തലതൊട്ടപ്പൻ എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു വേൾഡ് സ്കെയിൽ ഇല്യൂഷനാണ് ഈ പറയുന്ന ഇൻഫിനിറ്റ് സൂഖയോമി, ഒരു ഡ്രീം റിയാലിറ്റി. സോ അതിൻ്റെ ഒറിജിനിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കാഗുയ ഔട്സുക്കിയാണ്. യെസ്, ക്രിയേറ്റ് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇത് ഫസ്റ്റായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് കാഗുയ തന്നെയാണ്. യെസ്, നമ്മുടെ കഹാമുറയുടെയും ഹാഗ്രോമോ ഔട്സുക്കി സേജ് ഓഫ് സിക്സ് പാത്തിൻ്റെയും അമ്മയായിട്ടുള്ള കാഗുയ ഈ ഒരു ഗെഞ്ചിത്സു കാസ്റ്റ് ചെയ്തത് 10 ടൈൽസിൻ്റെ ചക്രയും റിനെ ഷെരിങ്കൻ്റെ ആ അവേക്കണം കൂടി തന്നെയുള്ള ഒരു കലർപ്പിലാണ്. കാഗുയയുടെ മോട്ടീവ് അല്ലെങ്കിൽ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് എല്ലാ ഹ്യൂമൻസിനെ കൺട്രോൾ ചെയ്തിട്ട് ഒരു റിബല്യൻ ഉണ്ടാക്കാതിരിക്കുക, പിന്നെ ഗോട്രീനെ ഹാർവെസ്റ്റ് ചെയ്യുക, അതേപോലെ തന്നെ ഒരു അബ്സല്യൂട്ട് റൂളർ അല്ലെങ്കിൽ ഒരു ടിറൻ്റ് ആയിട്ട് മാറുക എന്ന് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇൻഫിനിറ്റ് സൂഖയോമിനെ എസെൻഷ്യലി ഒരു ചക്ര ഫാർമിംഗ് ഇല്യൂഷനായിട്ട് തന്നെ പറയുന്നത്. അതിനെ കഥയിലുള്ള ഏറ്റവും വലിയ ആൻറ്റഗോണിസ്റ്റ് വിശേഷിപ്പിക്കുന്ന പേരാണ് പീസ്. സോ ഇൻഫിനിറ്റ് സൂഖയോമി എന്ന് പറയുന്നത് ഒരു പ്ലാനറ്ററി ഗെഞ്ചിത്സു ആണ്. ഇത് സത്യം പറഞ്ഞാൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമ്മുടെ മൂഡിനെ ഒരു റിനെ ഷെരിങ്കൻ രീതിയിലാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും ഇഷ്ടമുള്ള ഡീപ്പസ്റ്റ് ഡിസയർ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കുമല്ലോ, അത് നമുക്ക് സാധ്യമാണ് ആ ഒരു വേൾഡിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു ഇല്യൂഷൻ അല്ലെങ്കിൽ ഡ്രീം എന്നൊക്കെ തന്നെ പറയാം. അങ്ങനെ ഒരു പെർഫെക്റ്റ് ഡ്രീം വേൾഡിൽ നമ്മളെ ട്രാപ്പ് ചെയ്യുകയാണ് ഈ ഇൻഫിനിറ്റ് സൂഖയോമി. ഇതിലതുകൊണ്ട് ആരെയും ഉപദ്രവിക്കുകയല്ല, കാരണം അവരവരുടെ ഡിസയറിൽ അവർ ജീവിച്ചങ്ങ് പോവുകയാണ്. ഇൻഫിനിറ്റ് സൂഖയോമിയിൽ ട്രാപ്ഡ് ആയി കഴിഞ്ഞാൽ അവരുടെ കണ്ണുകൾ ഒരുമാതിരി ഗ്ലാസി ബ്ലാങ്ക് പോലെയാകും, ഇമ്മോബിലൈസ്ഡ് ആകും, പിന്നെ ഗോട്രിയുടെ റൂട്ട്സുമായിട്ട് റാപ്പ് ചെയ്യപ്പെടും. അതോടൊപ്പം തന്നെ അവരുടെ ചക്ര ഡ്രെയിൻ ചെയ്യും. എങ്ങനെ? വൈറ്റ് സെറ്റ്സു ആകുന്നിടം വരെ ഡ്രെയിൻ ചെയ്തുകൊണ്ടേയിരിക്കും. ഇൻഫിനിറ്റ് സൂഖയോമി കാസ്റ്റ് ചെയ്താൽ ഇതിൽ ട്രാപ്പ് ആകുന്നവരെ പറ്റി നാറൂട്ടോ ഡേറ്റ ബുക്ക് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഇത്ര നേരവും പറഞ്ഞത്. അതായത് ചെറിയ രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു മാസ് ബ്രെയിൻ മാഷിംഗ് പ്ലസ് ഒരു ലൈഫ് ഫോഴ്സ് എക്സ്ട്രാക്ഷൻ ആണ് ഈ പറയുന്ന ഇൻഫിനിറ്റ് സൂഖയോമി. ഇനി നമുക്ക് ഇൻഫിനിറ്റ് സൂഖയോമി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. സ്റ്റെപ്പ് 1 ആയിട്ട് എടുത്തോ. ആദ്യം യൂസർ റിനെ ഷെരിങ്കൻ ആക്ടിവേറ്റ് ചെയ്യണം. ഇത് രണ്ട് പേരെ ചെയ്തിട്ടുള്ളൂ. ഒന്ന് കാഗുയയും പിന്നെ നമ്മുടെ സ്വന്തം 10 ടൈൽസ് ജൂബിദാര അല്ലെങ്കിൽ മാദര ഉച്ചിഹ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് മൂണിൽ പ്രതിധ്വനിക്കണം, അല്ലെങ്കിൽ ദ ഗെഞ്ചിത്സു മസ്റ്റ് ബി പ്രൊജക്റ്റഡ് ഓൺ ദി മൂൺ എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഹാമുറ ഇതേ സംബന്ധിച്ചുകൊണ്ട് തന്നെയാണ് മൂണിനെ വേറൊരു സ്ഥലത്തേക്ക് സീൽ ചെയ്ത് തന്നെ മാറ്റിയത്. എന്നാൽ മാദ്ര അതിനെ റെപ്ലിക്കേറ്റ് ചെയ്തിട്ട്, അതായത് റിനെ ഷെരിങ്കൻ ആക്ടിവേറ്റ് ചെയ്തിട്ട് മാദ്ര അതിനെ റെപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഈ ഒരു ലൈറ്റിനെ മൂണിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കുകയാണ്. ഇനിയാണ് അടുത്ത ഘട്ടം വരുന്നത്, ഗെഞ്ചിത്സുവിൻ്റെ ആക്ടിവേഷൻ. അതായത് ഒരു ബ്ലൈൻഡിങ് ലൈറ്റ് ലോകം മുഴുവൻ അങ്ങ് വ്യാപിക്കും. അതിനെ തൊടുന്ന ഏതാണേലും ആ സാധനം പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ അതിൽ കാസ്റ്റ് ആകും. നാലാമത്തെ ഘട്ടമാണ് ഒരു കൊക്കോണിങ് എന്നൊക്കെ പറയാം. അതായത് നമ്മുടെ എല്ലാ വിക്ടിംസിനെയും ഗോട്രിയുടെ വൈൻസുമായിട്ട് റാപ്പ് ചെയ്യപ്പെട്ട് അവർ ഒരു പെർമനന്റ് ഡ്രീമിലേക്ക് അങ്ങ് വിടുകയാണ്.
പിന്നീട് അവസാന ഘട്ടത്തിലേക്ക് എത്തി. അതായത് ഹ്യൂമൻസ് ചക്ര ബാറ്ററീസ് ആവും ഗോട്രിക്ക് വേണ്ടിയുള്ളത്. അങ്ങനെ ഫൈനലി വൈറ്റ് സെറ്റ്സു സോൾജേഴ്സായി മാറുകയാണ് ചെയ്യുന്നത്. ഇതായിരുന്നു ഇതിൻ്റെ ട്രൂ പർപ്പസ്. അതായത് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഔട്ട്സുക്കിക്ക് വേണ്ടി ഒരു ആർമീനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് വേണമെങ്കിൽ പറയാം. ഇനി എന്താണ് ഈ ഇൻസൈഡ് ഇൻഫിനിറ്റ് സൂക്കിയോമി എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെ പേഴ്സണൽ ഐഡിയൽ റിയാലിറ്റിയാണ് അവിടെ കാണുന്നത്. അല്ലെങ്കിൽ ഞാൻ എന്താണ് വിഷ് ചെയ്യുന്നത്, എനിക്ക് ആരെ പോലെ ആവണം, എൻ്റെ ഏറ്റവും ഹാപ്പിയസ്റ്റ് പോസിബിൾ ലൈഫ് എന്ന് പറയുന്ന ആ ഒരു ഡ്രീം, എൻ്റെ ഡ്രീം എന്താണോ ആ ഒരു ഡ്രീമിലേക്കാണ് ഞാൻ എത്തുന്നത്. പക്ഷേ ഇതിൽ ഇല്യൂഷനാണ്, റിയാലിറ്റി അല്ല. ഇനിയിപ്പോൾ നാറൂട്ടോ വേൾഡ് വെച്ചൊന്ന് പറയുകയാണെങ്കിൽ എക്സാമ്പിളായിട്ട് കൂട്ടിക്കോ, ടെൻറ്റിൻ്റെ കാര്യം എടുക്കാം. ടെൻറ്റിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു? ഒരു ടൂൾസ്, ഭയങ്കര ഇൻഫിനിറ്റ് ടൂൾസ് ഉള്ള ഒരു വേൾഡിൽ അവർക്ക് ജീവിക്കണം. ഇനി ഈനോയുടെ കാര്യമാക്കണമെങ്കിൽ സായിയും സാസ്കയും ലവ് ചെയ്യണം. ഇനിയിപ്പോൾ ലീയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു റൈവൽറി റിസോൾവ് ചെയ്യണം. കീബയുടെ കാര്യമാണെങ്കിൽ ഹൊക്കാഗെയാണ്, ഹിനാട്ടയാണെങ്കിൽ പീസ് വേണം, ഷീക്കമൂറും ആണെങ്കിൽ ഒരു സ്ട്രെസ്സും വേണ്ട. അങ്ങനെ ഓരോരുത്തർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം സംഭവിക്കുന്ന ഒരു റിയാലിറ്റി അല്ല, ഒരു ഇല്യൂഷൻ. ഇനി ഇത് ആർക്കൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞല്ലോ, റിനെ ഷെറിംഗൻ ആക്ടിവേഷൻ വേണം. അത് ചെയ്തിട്ടുള്ള രണ്ടേ പേരേ ഉള്ളൂ, കാഗുയയും മാദര ഉച്ചയ്ക്ക്. ഇനി ഈ പറയുന്ന ഇൻഫിനിറ്റ് സൂക്കിയോമി ആർക്കൊക്കെ റെസിസ്റ്റ് അല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ പറ്റും? ഇത് ഞാനൊന്ന് പഠിച്ചത് വെച്ച് എനിക്ക് മനസ്സിലായത് നാല് പേർക്കാണ്. 1, സേജ് ഓഫ് സിക്സ് പാത്തിന് ഇത് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. 2, സിക്സ് പാത്ത് സെഞ്ചുറ്റ്സു ഉള്ളവർക്ക്, അത് അറിയാവുന്നവർക്കും ഇത് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. 3, സുസാനോ ഷീൽഡിങ്, അതായത് കംപ്ലീറ്റ് ബോഡി ഓഫ് സുസാനോയ്ക്ക് ഇത് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. 4, ടെയിൽഡ് ബീസ്റ്റ് പ്രൊട്ടക്ഷൻ ഉള്ളവർക്കും പറ്റും. ഇത് ഞാൻ എടുത്തത് ഈ ഒരു എക്സാമ്പിളൊക്കെ വെച്ചാണ്. നാറൂട്ടോ, സാസ്കെ, സാക്കുറ, കക്കാഷി, ഒബീറ്റോ, ഹാഗറോമോ, പിന്നെ കുറച്ച് ടെയിൽഡ് ബീസ്റ്റും, പിന്നെ സാസ്കയുടെ പെർഫെക്റ്റ് സുസാനയുടെ ഉള്ളിലുള്ളവർക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സുസാനോ ഷീൽഡിങ് എന്ന്. അതായത് കംപ്ലീറ്റ് ബോഡി സുസാനോ ഉള്ള ഒരാൾക്കും അതിനെ ഷീൽഡ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യുന്നവർക്കും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ സാസ്കയുടെ ഷീൽഡിനുള്ളിലാവപ്പെട്ടവരും പിന്നെ നമ്മുടെ ടെയിൽഡ് ബീസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നവരെയും ഇത് അഫക്റ്റ് ചെയ്യത്തില്ല. ഇൻഫിനിറ്റ് സൂക്കിയോമിയുടെ വീക്ക്നെസ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ 1, സിക്സ് പാത്ത് പവർ ഇതിൻ്റെ വീക്ക്നെസ് തന്നെയാണ്. ഈ സത്യം പറഞ്ഞാൽ ഉള്ളി ഒരു കൗണ്ടർ അറ്റാക്ക് എന്ന് പറയുന്ന ഈ സിക്സ് പാത്ത് പവർ മാത്രമേ ഉള്ളൂ. റിനഗൻ വിത്ത് സിക്സ് പാത്ത് യിൻ ബാലൻസ് ഉള്ളവർക്കും അല്ലെങ്കിൽ സേജ് ഓഫ് സിക്സ് പാത്ത് ഹിംസെൽഫും ആണ് ദ ഓൺലി കൗണ്ടർ ടു ഇൻഫിനിറ്റ് സൂക്കിയോമി, അതായത് ഫുൾ പൊട്ടൻഷ്യൽ. ബട്ട് സ്റ്റിൽ നമ്മുടെ സാസ്കയുടെ റിനഗൻ ഉള്ളപ്പോൾ സാസ്കയ്ക്കും പിന്നെ സീൽ ഓഫ് സൺ ആൻഡ് മൂൺ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ നറൂട്ടോ, അതായത് സിക്സ് പാത്ത് ഓഫ് സീൽ ഇന്ന്, അതായത് മൂണാണ് നമ്മുടെ സാസ്കെ, സൺ ആണ് നറൂട്ടോ. ഈ സംഭവം ഉള്ളവർക്കും ഇത് ഒരു അഡ്വാൻറ്റേജ് ആണ്. അതല്ലെങ്കിൽ ഇൻഫിനിറ്റ് സൂക്കിയോമിയുടെ വീക്ക്നെസ് ആണ് ഇവരൊക്കെ. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ കോൺസെപ്റ്റ് പോകുന്നത്. ഇനി നാറൂട്ടോ ലോകത്തിലെ ആ ഒരു എക്സാക്റ്റ് പർപ്പസ് എടുക്കുകയാണെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഔട്ട്സുക്ക് വേണ്ടി ഒരു ആർമി, സത്യം പറഞ്ഞാൽ ഇതൊരു പ്ലാനറ്റ് വൈഡ് ഹാർവെസ്റ്റിംഗ് ടൂളായിട്ട് വേണമെങ്കിൽ കൊടുക്കാം. ഹ്യൂമൻ ചക്രനെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി പവർഫുൾ ആയിട്ടുള്ള ആർമി വൈറ്റ് സെറ്റ്സുവിനെ പോലെയുള്ളവരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവർക്ക് എറ്റേണൽ കൺട്രോളും കിട്ടും. സോ ഡ്രീം പാരഡൈസ് എന്ന് പറയുന്ന വ്യാജേനെ ആ ഒരു ട്രാപ്പിലൂടെ ഇവരെ എല്ലാവരും തന്നെ കുടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിൻ്റെ സിംബോളിസം നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ സത്യം പറഞ്ഞാൽ റിയാലിറ്റിയുടെയും എസ്കേപ്സിൻ്റെയും ഒരു റൈവൽറി എന്ന് തന്നെ പറയാം. ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു സമാധാനവും ഏൺഡ് ആയിട്ടുള്ള ഒരു സമാധാനവും തമ്മിലുള്ള ഒരു വ്യത്യാസം ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇല്യൂഷനും സത്യവും തമ്മിലുള്ള ഒരു വ്യത്യാസവും, അതേപോലെ തന്നെ ഭയങ്കര വേദനാജനകമായിട്ടുള്ള റിയാലിറ്റി വേഴ്സസ് കംഫർട്ടിംഗ് ആയിട്ടുള്ള ലൈസ് അല്ലെങ്കിൽ കള്ളങ്ങളുടെയും ഒരു യാഥാർത്ഥ്യം ഇത് നമ്മളെ മനസ്സിലാക്കി തരും. ഇത് തന്നെയാണ് മാദ്ര ബിലീവ് ചെയ്തതും, ഹ്യൂമാനിറ്റി ഈസ് ടു വീക്ക് ടു എവർ നോ ട്രൂ പീസ്. ഇനിയിപ്പോൾ നറൂട്ടോ അതിന് പ്രതിവചനമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, പീസ് വിത്തൗട്ട് റിയാലിറ്റി ഈസ് മീനിങ്ലെസ് എന്നും. നാറൂട്ടോ വേൾഡിൽ ഇൻഫിനിറ്റ് സൂക്കിയോമിക്കുള്ള ഇമ്പാക്റ്റ് ചെറുതൊന്നുമല്ല. മേജർ ആർക്കിനെ അഫക്റ്റ് ചെയ്തിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ മാദ്രയുടെ ഫൈനൽ ട്രാൻസ്ഫോർമേഷൻ, കാഗയുടെ റിസറക്ഷൻ, പിന്നെ വേൾഡ് ഷിനോബി അലയൻസിൻ്റെ ഡിഫീറ്റ്, നാറൂട്ടോയും സാസ്കയുടെ ഫൈനൽ യൂണിയൻ, പിന്നെ നാറൂട്ടോ ഷിപ്പുദിൻ്റെ ഫിനാലെ, ഇതെല്ലാം തന്നെ കാഗയുടെ സീലിംഗ് അല്ലെങ്കിൽ മാദ്രയുടെ വീഴ്ച, ഇതെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഇതിനെ ബേസ്ഡ് ചെയ്തുകൊണ്ട് തന്നെയാണ്. സോ ഒരു ക്ലൈമാക്സ് ഓഫ് ദി എൻറ്റയർ സീരീസ് എന്ന് വേണമെങ്കിൽ സൂചിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഇൻഫിനിറ്റ് സൂക്കിയോമി. ഇനി നമുക്കൊരു ഫൈനൽ രൂപേണ ഒന്ന് കോൺസെപ്റ്റ് എന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ ഇൻഫിനിറ്റ് സൂക്കിയോമി എന്ന് പറയുന്നത് സ്ട്രോങ്ങസ്റ്റ് ഗെൻജുറ്റ്സു എവർ ആണ്. ഇതൊരു മൂൺ റിഫ്ലക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇല്യൂഷനാണ്, എല്ലാ വേൾഡിനെ തന്നെ ട്രാപ്പ് ചെയ്യാൻ പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു ചക്ര ഹാർവെസ്റ്റിംഗ് ടൂൾ ഫോർ ദി ഗോഡ് ട്രീ എന്ന് വേണമെങ്കിൽ പറയാം. ഔട്ട്സുക്കി ക്ലാനാണ് ഇത് ഇൻവെൻറ്റ് ചെയ്തത്. അതേലൊപ്പം തന്നെ കാഗുവയും മാദ്രയുമാണ് ഇതാകെ സക്സീഡ് ചെയ്തിട്ടുള്ളത് ചെയ്യാൻ വേണ്ടി. അതേപോലെ തന്നെ നാറൂട്ടോ സാസ്കയും സിക്സ് പാത്ത് പവർ വെച്ച് മാത്രമേ ഇതിനെ ബ്രോക്കൺ ചെയ്തിട്ടുള്ളത് താനും. സോ ഒരു അൾട്ടിമേറ്റ് ഇല്യൂഷൻ ആയിട്ടുള്ള എല്ലാ വിഷ്വൽ ജുറ്റ്സുവിനെയും കവറപ്പ് ചെയ്യുന്ന ഒരു ഒന്നൊന്നരം ഒരു ഐ ടെക്നിക് ഒക്കുലാർ പാത്ത് തന്നെയാണ് ഇൻഫിനിറ്റ് സൂക്കിയോമി.
ഇത്രയും പറഞ്ഞു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് 3 എണ്ണമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യാൻ തോന്നും. ഫോർ എക്സാമ്പിൾ ഇൻഫിനിറ്റ് സൂക്കോമി അതുപോലത്തെ തന്നെയാണല്ലോ നമ്മുടെ സാധാ ഇറ്റാച്ചിയുടെ സൂക്കിയോമിയും മിസാനമിയും ഒക്കെ. സോ ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫിനിറ്റ് സൂക്കിയോമി എന്ന് പറയുന്ന പ്ലാനറ്ററി ആണ്, അത്രയും വലുതാണ്, ലാർജ് സ്കെയിൽ ഗോഡ് ഗെഞ്ചിറ്റ്സു ആണ്. സൂക്കിയോമി ഇസാനാമി എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ ആണ്, ഒരു മെൻ്റൽ ലൂപ്പ് മാത്രമേ ഇതിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഇൻഫിനിറ്റ് സൂക്കിയോമി ഫോഴ്സ്ഡ് പീസ് ആണെങ്കിൽ സാധാ സൂക്കിയോമി മിസാനമി എന്ന് പറയുന്നത് ഒരു ഇൻറ്ററോഗേഷൻ അല്ലെങ്കിൽ ടോർച്ചറിങ്ങിന് വേണ്ടിയുള്ളതാണ്. പിന്നെ ഇൻഫിനിറ്റ് സൂക്കിയോമീനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ 6 പാത്ത് ചക്രയോ സുസാനയോ റിനഗനോ എന്തെങ്കിലും വേണം. സൂക്കിയോമി ഇസാനാമീനെയും ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഒരു സ്ട്രോങ് ചക്രയും പിന്നെ കണ്ണിൽ നോക്കാതിരുന്നാലും മതി. പിന്നെ റിക്വയർമെൻറ്റ്സ് രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്നത് എന്താ, റിനെ ഷെറിങ്കൻ ഉണ്ടെങ്കിൽ ഇൻഫിനിറ്റ് സൂക്കിയോമി ചെയ്യാൻ പറ്റുള്ളൂ. സൂക്കിയോമിക്ക് മാങ്കിക്കോ ഷെറിങ്കൻ മാത്രം മതി. പിന്നെ ഇസാനാമിക്കോ ആണെങ്കിലും മാങ്കിക്കോ മതി, ബട്ട് സ്റ്റിൽ കണ്ണൊക്കെ പോവും. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ സൂക്കിയോമി എന്ന് പറയുന്നത് നിങ്ങളുടെ മൈൻഡിനെ ക്രഷ് ചെയ്യും, ഇസാനാമി എന്ന് പറയുന്നത് നിങ്ങളുടെ ഫെയ്റ്റിനെ ട്രാപ്പ് ചെയ്യും, ഫൈനലി ഇൻഫിനിറ്റ് സൂക്കിയോമി എന്ന് പറയുന്ന ലോകത്തിനെ മുഴുവൻ തന്നെ ബൈൻഡ് ചെയ്യും. സോ ഇത്രയൊക്കെയാണ് നമുക്ക് ഇൻഫിനിറ്റ് സൂക്കിയോമിയെ പറ്റി പറയുവാനുള്ളത്. ഞാൻ പറയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഡൗൺ ചെയ്താൽ മതി, അവിടെ നമ്മളത് പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. സോ അടുത്തൊരു നാറുട്ടോ റിലേറ്റഡ് കോൺസെപ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ടാറ്റോ ബോയ്സ്. യു നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ ഗൈസ്. Told you